ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല വരാൽ അച്ചാറാണ്. നല്ല വരാല് വറുത്ത് വെച്ചാണ് ഇത്. വരാല് ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നമ്മൾ വറുത്ത് വെച്ചാണ്. ഞാൻ വരാലച്ചാർ ഇടാൻ വേണ്ട ഇൻഗ്രീഡിയന്റ് എന്താ വെച്ചാൽ വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെച്ചിട്ടുണ്ട്, പച്ചമുളക്, കടുക്, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി, എണ്ണ. അപ്പൊ ഞാനിത് ഇടാൻ പോവാണ്. ചട്ടി ചൂടായി, ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുവിധം ചൂടായിട്ടുണ്ട്. നമ്മളിത് ഓൺ ചെയ്ത് ഇട്ട കാരണം ചൂടായി തോന്നി. നമ്മള് ഇച്ചിരി കടുക് ഇടാണ്. കടുക് പൊട്ടി നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ചിലര് ഉലുവ വറുത്ത് പൊടിച്ചിടും, ഞാൻ ഉലുവ പൊട്ടിക്കുകയും ചെയ്യുക. ഉലുവ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മള് വെളുത്തുള്ളി ചേർക്കാണ്. ആദ്യം കുറച്ച് ഇടാം, പൊട്ടിട്ടെടുക്കുന്നോട്. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി നന്നായി വാടി അതിലേക്ക് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കാണ്. ഇഞ്ചിപ്പൊടി ഈ വെളുത്തുള്ളി വേണമെങ്കിൽ ഒന്ന് ചെറുതാക്കി അരിയാട്ടോ. ഞാനിത് വലുതാക്കി ഇട്ടത് ഇവിടെ അത് വെളുത്തുള്ളി കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടെ. ഇത് ഒന്ന് വേണമെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിടാം, അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിടണം, അങ്ങനെ ഇടാം. ഇതിപ്പോ വെളുത്തുള്ളി അച്ചാർ പോലെ നമുക്കിത് കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. കുറച്ച് കാന്താരി, വെള്ള കാന്താരി ഞാനൊന്ന് രണ്ടാക്കിയതാ, അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇഞ്ചി ഒന്ന് വാടട്ടെ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി വാടി അതിലേക്ക് ഞാൻ കാശ്മീരി മുളകും മഞ്ഞൾപ്പൊടി എടുത്തേക്കണം. ഇത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കാം. ചിലർക്ക് തീരെ മുളക് വേണ്ടാന്നുള്ളവർ കുറവെടുക്കാം. എന്റെ പിക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്തിരി തിക്നെസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി മുളക് കൂട്ടിയിരിക്കും. അപ്പൊ ഞാൻ ഇതിട്ട് കൊടുക്കാണ്. ഗ്യാസിലാണ് വെക്കണേന്നുണ്ടെങ്കിൽ ഈ മുളക് ഇടുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയൂ, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് ഇടാവൂ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. ഞാൻ ഇത് ഓഫ് ചെയ്തു. ഇതിലേക്ക് ഞാനിനി സോൾട്ട് ഇട്ടിട്ടില്ല, സോൾട്ട് ഇട്ട് കൊടുക്കാൻ പോവാ. സോൾട്ട് ഇട്ടു. വറുത്ത് വെച്ച മീനിട്ട് കൊടുക്കാണ്. വരാല് ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർക്കാണ്. എപ്പോഴും പിക്കിൾ ഉണ്ടാക്കുമ്പോൾ സിന്തറ്റിക് വിനാഗിരിയാണ് ഏറ്റവും നല്ലത്. മറ്റേ തെങ്ങിൻ ചോർക്ക് വെക്കാൻ നല്ലതാണ്, പക്ഷെ ഇതിന് പുളി കൂടുതലാണ്. അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി കുറച്ചേ ഒഴിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും സിന്തറ്റിക് ഒഴിക്കണം. ഇതിന് പുളി കുറവാണ്. വിനാഗിരിയൊക്കെ ഞാൻ അളവൊന്നും പറയണില്ല. നമുക്ക് ഗ്രേവിയുടെ നമുക്ക് തിക്നെസ്സും പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒഴിക്കാം. പിന്നെ ഇതിൽ വേണ്ടത് ഈ പുളിയും ഉപ്പൊക്കെ ക്രമീകരിക്കാൻ കുറച്ച് ഷുഗർ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീനച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട, ഇത് മാത്രം മതി.